അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പുതിയ വീട്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. ഈ വീട്ടിൽ നിന്നുള്ള ഫസ്റ്റ് യാത്ര നമ്മുടെ പുതിയ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആമിയുടെ അതിയായ ആഗ്രഹമാണ് ലൈറ്റ് കാണുക എന്നുള്ളത്. അങ്ങനെ ആള് ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നതായിരുന്നു. പക്ഷെ പകുതിക്ക് വെച്ച് ഉറങ്ങിപ്പോയി. നല്ല ബ്ലോക്കുമായിരുന്നു. ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാനേ പറ്റുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് ദൂരത്തേപ്പം വണ്ടി മൂവ് ആവാൻ തുടങ്ങി കേട്ടോ. ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ലൈറ്റ് തന്നെ, അതിനൊരു സംശയമല്ല. പക്ഷേ മുൻകാല വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ലൈറ്റൊന്നും അത്ര എത്തിയിട്ടില്ല. കാരണം ഒരുപാട് ദൂരെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഉണ്ടായിരുന്നു. ഒരു ഷേപ്പിൽ തന്നെയായിരുന്നു ആ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ചിലയിടങ്ങളിലൊക്കെ 3/4 ആയിട്ട് പകുതിക്ക് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിന് അത്ര ഭംഗി തോന്നിയിരുന്നില്ല. എന്നാലും ലൈറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ലൈറ്റ്. കാണാൻ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോന്നും വന്നും പോയി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇഷ്ടമായി. മോനിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ ലൈറ്റൊക്കെ കണ്ടപ്പം അവനൊന്ന് എണീറ്റും ഒക്കെ ഞാൻ നന്നായിട്ട് നിരീക്ഷിക്കാനൊക്കെ നിന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് മെയിനായിട്ട് ലൈറ്റിൻ്റെ വരുന്നത്. ഇത് കണ്ടോ, അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു ലൈറ്റ് കഴിഞ്ഞ വർഷമൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഭംഗിയുണ്ട്, ഭംഗിക്ക് കുറവൊന്നുമില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി മുൻകാല വർഷങ്ങളിൽ ഒന്നും കൂടി അടിപൊളിയായ ലൈറ്റ് തോന്നി. ചിലയിടങ്ങളിൽ ഫുൾ ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ നല്ല അടിപൊളിയാട്ടോ. അങ്ങനെ കുറേ സെയിം ഇത്രയും കാലം ഉണ്ടായിരുന്ന പോലെ തന്നെ. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ശേഷമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് കാണാൻ തുടങ്ങി. ഇത് നല്ല ഭംഗിയുള്ള ഒന്നാണ്. ഇതിനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള ട്യൂബിൻ്റെ ഏരിയ കേട്ടോ. നമ്മളിങ്ങനെ നോക്കിയിരിക്കും. കാണാൻ ഒരു മനസ്സിനൊരു സമാധാനം, ഒരു കുളിർമ, അതൊക്കെ കിട്ടും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈറ്റ്. അങ്ങനെ നമ്മുടെ യാത്ര ഈ പുതിയാപ്പ ലൈറ്റ് കാണാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഉടൻ തന്നെ അതും കണ്ട് വേഗം തിരിച്ചു പോന്നു. കാരണം പിള്ളേർ ഉറക്കം തൂങ്ങി എവിടെയോ എത്തിയിട്ടുണ്ട്. ചെറുതാണെങ്കിൽ കാറിന് സാധാരണ ഉറങ്ങുന്ന ആളാണ്, ഇന്ന് ഉറങ്ങിയിട്ടുമില്ല. സ്റ്റാർട്ടിങ് ഒന്ന് ഉറങ്ങിയത്. എന്നാൽ ശരി, താങ്ക് യു.